എന്റെ വാക്ക് ധിക്കരിച്ച് നീ അവിടെ പോയി അല്ലേ? എടാ നിന്റെ നാവറങ്ങിപ്പോയടാ. എന്തോന്നും മിണ്ടാത്തെ? അമ്മേ ഞാൻ ഓ അപ്പൊ ഞാൻ അമ്മയാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലേ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? ആ അമ്മ പറയുന്നൊന്നും നിനക്കിപ്പൊ മനസ്സിലാവത്തില്ലടാ. അതിന് കാരണമേ നീ ഇപ്പൊ വരുന്ന പഞ്ചരത്നത്തിൽ നിന്നായതുകൊണ്ടാ. എന്റെ അമ്മ, ഞാൻ എന്റെ മോനെ കുറിച്ച് ഓർത്തിട്ടാ അവിടെ പോയത്. ഓ എങ്കി പിന്നെ ആ ഭാര്യയും മോനെയും കെട്ടിപ്പിടിച്ച് അവിടെ തന്നെ നിക്കായിരുന്നല്ലോ. പിന്നെ ഇതിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ. എന്റെ വാക്ക് ധിക്കരിച്ച് പഞ്ചരത്നത്തെ ഓണം ആഘോഷിക്കാൻ പോയി നീയേ ഇനി ഈ വീട്ടിൽ കയറണ്ട. ഇറങ്ങി വിടുന്ന്. ഇറങ്ങി പോടാ ഇവിടുന്ന്. ഇറങ്ങി വിടുന്ന്. ഇറങ്ങാനാ പറഞ്ഞത്. ഇറങ്ങി പോടാ. ഇറങ്ങി പോവിടുന്ന്. ഇറങ്ങി പോവാൻ. ഇറങ്ങി പോടാ. ഇറങ്ങി പോവാനല്ലേ പറഞ്ഞത്? ഇറങ്ങി പോവാൻ. ഇറങ്ങി പോടാ. തല്ലുണ്ടെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറയടാ. എന്താ എന്നെ അനുസരിക്കാത്ത ആരും ഈ വീട്ടിൽ വേണ്ട. വേണ്ട സത്യ, നിങ്ങൾ ആരും തടയണ്ട. അമ്മ തല്ലിക്കോട്ടെ. എന്നേക്കാൾ കൂടുതലേ ഇവനെയാ ഞാൻ വിശ്വസിച്ചത്. ആ എന്നെ ഇവൻ വഞ്ചിച്ചത്. എന്നേക്കാൾ വലുത് ഇവന്റെ ഭാര്യയും മകനും ആണെങ്കിൽ അവൻ അങ്ങോട്ട് പോട്ടടാ. ഒന്ന് നിർത്താണ്ടി. ഇന്ദ്രേട്ടൻ പോയത് സ്വന്തം മകന്റെ അടുത്തേക്കല്ലേ? അതെ. ഈ അമ്മയ്ക്ക് എന്താ വല്ല കലിയും ബാധിച്ചോ? അടി ബാധിച്ചു. എനിക്ക് മാത്രമല്ല ഈ വീടിന് മുഴുവൻ ബാധിച്ചു. മാറടാ. കുടുംബത്തിന്റെ ഐശ്വര്യം കെടുത്താനായിട്ട് ഓരോന്ന് വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ പലതും ഇവിടെ നടക്കും. അമ്മേ ദേ, എന്നോടുള്ള ദേഷ്യം അമ്മ വെറുതെ ആ പാവത്തോട് തീർക്കരുത്. അമ്മ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, തല്ലിക്കോ, ഞാൻ നിന്ന് തരാം. പക്ഷേ വെറുതെ ആ പാവത്തിനെ ക്രൂശിക്കരുത്.